പാർട്ടി രണ്ടു വഴിക്കാണോ എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ വിഴിഞ്ഞത്തെ പ്രതിയുള്ള അഭിപ്രായങ്ങളുടെ പേരിലാണ് ഇങ്ങനെയൊരു ചോദ്യമെങ്കിൽ യഥാർത്ഥത്തിൽ ആ അതൊരു വലിയ കൊടുങ്കാറ്റാണ് എന്ന് ധരിച്ചവരെ സംബന്ധിച്ചിടത്തോളം നിരാശരാകേണ്ടി വരും എന്നുള്ളതാണ്. പാർട്ടിയിൽ അങ്ങനെ വലിയ രീതിയിൽ രണ്ടു വഴിക്ക് ഭിന്നിച്ചു പോകുന്നു എന്ന മട്ടിലുള്ള വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ആരുടെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു പാർട്ടി അളക്കാൻ തീരുമാനിക്കുന്നത്? EP ജയരാജൻ്റെയും PK ശ്രീമതി ടീച്ചറിൻ്റെയും. ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ശൈലജ ടീച്ചറുമായി സംസാരിച്ചു. ടീച്ചറിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ടീച്ചർ ഈ രാകേഷിനെ തള്ളി എന്ന മട്ടിൽ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത ആ സമയത്ത് ശരിയായിരുന്നു താനും. ടീച്ചർ ഇന്നിപ്പോൾ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തെക്കുറിച്ച് ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥരെക്കുറിച്ച് പാർട്ടി അങ്ങനെ ഒരു വ്യക്തിപരമായ നിലപാടെടുത്ത് പറയേണ്ടതില്ല എന്നുള്ളത് ടീച്ചറുടെ നിലപാടാണ്. ആ നിലപാടാണ് ടീച്ചർ പറഞ്ഞത്. അത് ഏതെങ്കിലും തരത്തിൽ KK രാഗേഷ് പറഞ്ഞ അഭിപ്രായം ശ്രദ്ധിച്ചിട്ടല്ലെന്നും പാർട്ടി മാർട്ടിൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പശ്ചാത്തലത്തിലല്ല. കാര്യം ആ സമയത്ത് ടീച്ചർ യാത്രയിലായിരുന്നു. അവിടെ വന്നിറങ്ങുന്ന സമയത്ത് മാധ്യമങ്ങൾ കാണുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. എന്നാൽ നോക്കൂ, ശൈലജ ടീച്ചർ അദാനി വിഷയത്തിൽ PK ശ്രീമതി പറഞ്ഞതുപോലെയോ EP ജയരാജൻ പറഞ്ഞതുപോലെയോ അല്ല പറഞ്ഞിരിക്കുന്നത്. അദാനിയുടെ വിഷയത്തിൽ, പോർട്ടിൻ്റെ വിഷയത്തിൽ അവിടെ വിഷയങ്ങളുണ്ട്, അങ്ങനെ കരാർ കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. മറ്റത് ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അതൊരു നിലപാടാണ്. IAS ഉദ്യോഗസ്ഥരെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ ഒരു ചുമതല വഹിക്കുന്ന ഒരാൾ സംസാരിച്ചാൽ നാളെ ആ IAS ഉദ്യോഗസ്ഥൻ പോയി ചാടുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഈ പറയുന്ന പാർട്ടിയും പാർട്ടി നേതൃത്വവും സമാധാനം പറയേണ്ടി വരും. അങ്ങനൊരു രീതി പാർട്ടിക്കില്ലാത്തത് കൊണ്ടാണ് ടീച്ചർ അങ്ങനൊരു നിലപാടെടുത്തത്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് ടീച്ചർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ശൈലജ ടീച്ചറിനെ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഗ്രൂപ്പിൽ കൂട്ടരുത്. ഇനി ബാക്കി അവശേഷിക്കുന്ന ആൾക്കാർ നോക്കൂ. EP ജയരാജൻ ഇതാദ്യമായിട്ടാണോ പാർട്ടിക്കെതിരെ അഭിപ്രായം പറയുന്നത്? EP ജയരാജൻ നോക്കൂ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികൾക്കും റാലികൾക്കും സമ്മേളനങ്ങൾക്കും അടക്കം പങ്കെടുത്തിട്ടില്ല. വീട്ടിൽ കുത്തിരിപ്പായിരുന്നു കുറച്ചു കാലം. എന്തായിരുന്നു വീട്ടിൽ കുത്തിരിക്കാനുള്ള കാര്യം? ഈ പറയുന്ന പാർട്ടിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഒരു ആത്മകഥ എഴുതിയെന്നും ആ ആത്മകഥ എഴുതിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിൽക്കുന്ന സമയം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സമയം മുതൽ അതിനു മുൻപുണ്ട്. EP ജയരാജനെ മന്ത്രിസ്ഥാനത്ത് നീക്കുന്നത് എപ്പോഴാണ്? EP ജയരാജനെ മന്ത്രിസ്ഥാനത്ത് നീക്കാനുള്ള കാരണം എപ്പോഴാണ്? EP ജയരാജൻ എന്ന മന്ത്രിയായിരിക്കുമ്പോൾ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസിൽ PK ശ്രീമതിയുടെ മകനെയല്ലേ? ആരാ PK ശ്രീമതി? EP ജയരാജനെ സംബന്ധിച്ച് ഭാര്യ സഹോദരിയല്ലേ? അപ്പോൾ PK ശ്രീമതിയുടെ മകനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാവുന്നു. ആ വിവാദമുണ്ടായി. നിയമനം ഏറ്റെടുക്കാത്തത് കൊണ്ട് കേസില്ല. കേസ് മാറ്റിക്കഴിഞ്ഞിട്ടും മന്ത്രിയാക്കുന്നില്ല. വലിയ വിഷമമായിരുന്നു EP ജയരാജന്. വലിയ വിഷമമായിരുന്നു. പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായി. അന്ന് MM മണിയാണ് മന്ത്രിയായിട്ട് തീരുമാനിക്കുന്നത്. അതിനുശേഷം EP ജയരാജനെ പിന്നെ തിരികെ കൊണ്ടുവരികയാണ്. അവസാന നിമിഷമാണ് EP ജയരാജനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ആ വിവാദങ്ങൾ ഒടുങ്ങിയതിനു ശേഷം EP ജയരാജൻ ആ അർത്ഥത്തിൽ ആദ്യമായിട്ടല്ലല്ലോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ സാഹചര്യത്തിൽ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം കിട്ടിപ്പോയി ഒരു അവസരം എന്ന മട്ടിൽ ഒരു വലിയ കൊടുങ്കാറ്റായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് കേവലം ചായക്കോപ്പയിലെ ചെറിയ ഒരു മന്ദമാരുതൽ മാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം അവിടെ രണ്ടുപേരും ആ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന രണ്ടുപേരും, ഒന്ന് EP ജയരാജനും ഒന്ന് PK ശ്രീമതിയുമാണ്. PK ശ്രീമതി പറഞ്ഞതിനകത്ത് ഗൗരവമേറിയ ഒരു വിഷയമുണ്ട്. എനിക്കതാണ് ഇപ്പോഴും മനസ്സിലാകാതെ പോകുന്നത്. ഒന്നുകിൽ PK ശ്രീമതി ടീച്ചറിന് എന്താണ് ഈ വിഴിഞ്ഞത്ത് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കാര്യമായി ധാരണയില്ല എന്നതാണ്. നോക്കൂ, മുഖ്യമന്ത്രി ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ഒരർത്ഥത്തിൽ PK ശ്രീമതി ചോദിച്ചത്. എന്താ ചോദിച്ചത്? പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: KK രാഗേഷ് വ്യക്തമാക്കി കാര്യം പറയണം, എന്നാലും എല്ലാവർക്കും ബോധ്യപ്പെടും. ആവിലുമില്ല ദുനിയാവിലുമില്ല എന്ന മട്ടിൽ സംസാരിക്കരുത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മളടക്കം റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്താണ് KK രാഗേഷിന് ഈ അദാനി പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ സേരയെ മാറ്റിയതിലുള്ള വിഷമം? നോക്കൂ, ഇന്ന് റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. 15 കോടി രൂപയടക്കം പിഴയടക്കാൻ വേണ്ടി അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് MD. അത് പലതും പിഴ അടച്ചിട്ടില്ല, പകരം തിരിച്ചു മറുപടി നൽകിയിട്ടേ ഉള്ളൂ എന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം. പക്ഷെ നോക്കൂ, അവിടെ നടക്കുന്ന എല്ലാ ചട്ടവിരുദ്ധമായ കാര്യങ്ങളും MDയുടെ മൈക്രോസ്കോപ്പിക് ലെൻസിലൂടെ ദിവ്യ നോക്കിയിരുന്നു. അത് അദാനി ഗ്രൂപ്പിനെ അസ്വസ്ഥമാക്കിയിരുന്നു. അതുകൊണ്ടാണ് സർക്കാർ വരുന്ന സമയത്ത് അദാനി ഗ്രൂപ്പിൻ്റെ പോർട്ടിൻ്റെ, വിഴിഞ്ഞം പോർട്ടിൻ്റെ ചുമതലയിൽ നിന്ന്, MD ചുമതലയിൽ നിന്ന് ദിവ്യയെ മാറ്റുന്നത് എന്നൊരു സംശയം പാർട്ടി പ്രകടിപ്പിച്ചാൽ
പി കെ ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തുകൊണ്ടാണത് മാറ്റിയത്? ഇനിയിപ്പോൾ നാളെ നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ മറ്റൊരു വാർത്തയുണ്ട്. അവിടെ എങ്ങനെയൊക്കെയാണ് ദിവ്യ ആ രീതിയിൽ ഒരു സൂപ്പർവിഷൻ നടത്തിയിരുന്നത്. അത് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അസ്വസ്ഥതയുണ്ടാക്കിയത്? അവിടെ നടക്കുന്ന ചെറിയ ചട്ടലംഘനങ്ങൾ പോലും അദാനി ഗ്രൂപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അവിടുത്തെ എം ഡി. അതാണ് എം ഡിയുടെ ഉത്തരവാദിത്വം. പൊതുജന താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് 6000 കോടി നിക്ഷേപിച്ച സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് എം ഡി പ്രവർത്തിക്കുമ്പോൾ അദാനി ഗ്രൂപ്പിന് നോവുന്നുണ്ടെങ്കിൽ, അദാനിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സിഇഒയ്ക്ക് അസ്വസ്ഥനാവുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. അതിൽ അദാനി ഗ്രൂപ്പ് ഒരു സർക്കാരിൻ്റെ ഭരണം മാറുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അതിലിടപെട്ടുകൊണ്ട് എം ഡിയെ മാറ്റാൻ നീക്കം നടത്തുന്നു എന്നതാണ് രാകേഷിൻ്റെ ഭാഷ്യം. അത് പി കെ ശ്രീമതിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് പറയാനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ശ്രീമതി ടീച്ചർ ആ കാര്യത്തിൽ കൂടുതൽ പഠിക്കാതൊരു അഭിപ്രായം പറഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. ബാക്കി ആരാ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്? ബാക്കി ആരാ നമ്മുടെ മുന്നിൽ? പി രാജീവ് എതിരാണോ പറഞ്ഞത്? ബാലഗോപാൽ എതിരായിട്ടാണോ പറഞ്ഞത്? ഈ പാർട്ടിയിൽ മറ്റേത് നേതാവാണ് ആ അർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിയിൽ അദാനിയുമായി ബന്ധപ്പെട്ട് ഡീലുമായി ബന്ധപ്പെട്ട്? തോമസ് ഐസക്കിനെ കുറിച്ച് ഇങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. തോമസ് ഐസക്ക് മറുപക്ഷമാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. തോമസ് ഐസക്ക് ഉന്നയിച്ച അതേ വിഷയമാണ് ഇന്ന് എം വി ഗോവിന്ദ മാഷ് ഉന്നയിച്ചിരിക്കുന്നത്. എന്താ തോമസ് ഐസക്ക് പറഞ്ഞത്? ഈ അദാനി പോർട്ട് ഡീലുമായി ബന്ധപ്പെട്ട കൺസെഷൻ എഗ്രിമെൻറ്റിലെ 5.9 പ്രകാരം ദൂരപരിധി ബാധകമാണ്. 250 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പോർട്ടിൽ, ഒരു ടെർമിനലിൽ അവകാശമുള്ള MSC കമ്പനിക്ക് ആ 170 കിലോമീറ്റർ അകലെ കിടക്കുന്ന മറ്റൊരു പോർട്ടിൽ നിക്ഷേപം നടത്താൻ പറ്റൂല. ഈ സാങ്കേതിക കാര്യം പറയുന്നത് ആരാണ്? തോമസ് ഐസക്കാണ്. അതിന്ന് ദേശാഭിമാനിയിൽ എഴുതുന്നത് ആരാ? എം വി ഗോവിന്ദ മാഷാണ്. എവിടെ വ്യത്യാസം? എവിടെ രണ്ടു വഴിക്ക് പോയി എന്നൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക? അപ്പോൾ പാർട്ടിയിൽ എല്ലാ കാലത്തും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന മട്ടിലുള്ള വലിയ പ്രചരണം അഴിച്ചുവിടുക എന്നുള്ളത് ഒരു വലതുപക്ഷ രാഷ്ട്രീയ രീതിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇവിടെ കണ്ടത്. അതല്ലാതെ ഇ പി ജയരാജൻ എന്താ പറഞ്ഞത്? ഇ പി ജയരാജൻ പറഞ്ഞത് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാൽ അത് അത്ര അപകടകരമാണെന്ന് എനിക്ക് സംശയമുണ്ട്. പറഞ്ഞത് എന്താ? സംസ്ഥാന സർക്കാർ പൊതുജന താല്പര്യം ലംഘിക്കാത്ത തലത്തിൽ മുന്നോട്ട് പോകണം. കരാറുമായി കോൺട്രാക്ട് കാര്യത്തിൽ അഴിമതി ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സംശയിക്കുകയാണ് പ്രതിപക്ഷം. അപ്പോൾ പാർട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് സംസാരിക്കേണ്ട ഇ പി ജയരാജനും പി കെ ശ്രീമതിയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു. അത് പി കെ ശ്രീമതിയുടെ കാര്യത്തിൽ അത് കാര്യങ്ങൾ പഠിക്കാതെ പറഞ്ഞതാണ്. ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ ഇത് കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ പറഞ്ഞതാണ്. ഇതാണ് എനിക്ക് ഇവർ രണ്ടുപേരുടെയും അഭിപ്രായത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇവരുടെ അഭിപ്രായങ്ങൾ ബാക്കി ആരും പിൻപറ്റിയിട്ടില്ല. പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ്. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഇന്ന് ആ വിഷയം ഒരിക്കൽ കൂടി ഉന്നയിച്ചിരിക്കുന്നത്. ദിവ്യയുടെ വിഷയമാണെങ്കിലും ശരി, അവിടെയാണ് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം, എന്താണ് പാർട്ടി സെക്രട്ടറിക്ക് കാര്യം എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് ഈ പറയുന്ന ശ്രീമതി ടീച്ചറിൻ്റെ ഭാഷ്യമായിട്ട് വരുന്നത്. അതുണ്ടാവാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ അന്നോളം ഇന്നോളം എല്ലാ തവണയും ശ്രമിച്ചത് എന്താണെന്നറിയുമോ? പാർട്ടിക്കുള്ളിലുള്ള അനൈക്യത്തെ മുതലെടുക്കാൻ വേണ്ടിയാണ്. അത് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് പിണറായി VSൻ്റെ രൂപത്തിലാണെങ്കിൽ, അതിനു മുമ്പ് നയനാരിൻ്റെ കാലഘട്ടത്തിൽ, സുശീല ഗോപാലൻ VSൻ്റെ കാലഘട്ടത്തിൽ ഒക്കെ നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ രൂപത്തിൽ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു നേതൃത്വ പ്രതിസന്ധിയുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം വരാം. ടു ബി പ്രിസൈസ്, എന്താണ് നിയമസഭയിൽ പിണറായി വിജയനും ബാലഗോപാലും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്? ബാലഗോപാൽ വന്ന് നമ്മുടെ ക്യാമറയെ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതവിടെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ, ഇതൊക്കെ LOP ഇതെന്താ പറയാത്തത് എന്നുള്ളത് പറയുകയാണ്. കാര്യം ഔട്ട് ഓഫ് ഇമോഷൻസ് ആണ് ഞാനത് പറഞ്ഞത്. അതല്ലാതെ LOPക്ക് ഇതിന് ശേഷിയില്ലെന്നും ശേഷിയില്ലാത്ത LOP അവിടെ ഇരിക്കുന്നത് എന്തിനാണ് എന്ന മട്ടിലുള്ള പ്രചരണം മറുഭാഗത്ത് നിന്ന് വന്നതാണെന്ന് ബാലഗോപാൽ വിശദീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ വിഴിഞ്ഞത്തെ മുൻനിർത്തിയോ ദിവ്യയെ മുൻനിർത്തിയോ പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായമുണ്ട് എന്നുള്ളത് ഈ കേവലം 2 അംഗങ്ങളുടെ മാത്രം അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിക്കുക സാധ്യമല്ല. അത് പാർട്ടിയുടെ മൊത്തം നിലപാടുമല്ല. പാർട്ടി ഇപ്പോഴും സംശയിക്കുന്നു അദാനിയുമായി ബന്ധപ്പെട്ട കരാർ, മംഗലാപുരം യാത്ര, ഇതൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി ഇപ്പോഴും ഭരണപക്ഷത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മൊണോപ്പൊളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നും പാർട്ടി പിൻവാങ്ങിയിട്ടില്ല. ഇങ്ങനെയൊരു കരാർ അവിടെ വരികയാണെങ്കിൽ എങ്ങനെയാണ് അത് മൊണോപ്പൊളിയായി മാറുമോ എന്ന സംശയം പാർട്ടി പ്രകടിപ്പിക്കുകയാണ്. അത് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചു. അത് കുത്തക എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. അതുതന്നെയാണ് മുഖ്യമന്ത്രിക്ക് കത്തായിട്ട് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മറുപടിയായി നൽകിയതും അവിടെ കുത്തക വരില്ല എന്നുള്ള കാര്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജന താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കരാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പാർട്ടി എടുക്കേണ്ട നിലപാട്. ആ പാർട്ടി എടുക്കേണ്ട നിലപാടിനോടൊപ്പമാവണം പാർട്ടിയുടെ സഖാക്കൾ എന്ന കാര്യമാണ്. ഇനി നാളെ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം നോക്കൂ. ഈ പാർട്ടിയിൽ ആത്മവിമർശനം ഉണ്ടാവണം. ഇപ്പം പിണറായി വിജയൻ്റെ ശരീരഭാഷ, പിണറായി വിജയൻ്റെ രീതികൾ
പരിമിതികൾ ഇതെല്ലാം പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന്. പാർട്ടിയെ സംബന്ധിച്ചൊരു ദൈവമൊന്നും ഇല്ലെന്ന്. പാർട്ടി പിണറായി ദൈവമല്ല, എം വി ഗോവിന്ദൻ ദൈവമല്ല. വിമർശനങ്ങളുണ്ടാവും, ശക്തമായ വിമർശനമുണ്ടാവും. അതാണ് ആ പാർട്ടിയെ പാർട്ടിയാക്കി നിർത്തുന്നത്. ആ വിമർശനത്തിൻ്റെ അറ്റം മൂലവും കണ്ടുകൊണ്ട് ഈ പാർട്ടി തകർന്നുപോയി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എത്രയോ കാലങ്ങളായിട്ടുള്ള നടക്കാത്ത മോഹമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ പേരിലുള്ള വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഇനി പാർട്ടിയിൽ ഉണ്ടാവുമെന്നും ആരുടെ കൂടെ ചിലവാണ് ഇ പി ജയരാജനാണ് പി കെ ശ്രീമതിയും കൂടി പാർട്ടിയെ പിളർത്തി അല്ലെങ്കിൽ പാർട്ടിയെ പിളർത്തി വേറൊരു വഴിക്ക് കൊണ്ടുപോകാൻ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു പാർട്ടി നിലപാടുമായിട്ട് ഉറച്ചു നിൽക്കുന്നവർ അങ്ങനെ പറയും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ അഭിപ്രായത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പാർട്ടി രണ്ടു വഴിക്കാണ് എന്ന് പറയുക സാധ്യമല്ല എന്നതാണ് എൻ്റെ പക്ഷം. അത് ഒരവസരം വീണ് കിട്ടി എന്നുള്ളത് സത്യമാണ്. ഭിന്നാഭിപ്രായം ഉണ്ടെന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കുന്ന രീതിയിൽ പി കെ ശ്രീമതി ടീച്ചറിൻ്റെ സംസാരം, ഈ 3 പേരിൽ ഏറ്റവും അപകടകരമായത് പി കെ ശ്രീമതി ടീച്ചറിൻ്റെ സംസാരമായിരുന്നു. അത് നേരിട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിയെ നേരിട്ട് ചെക്ക് വയ്ക്കുന്ന രീതിയിലാണ്. വളരെ ഗുരുതരമായൊരു വിഷയം ഉന്നയിക്കുന്ന സമയത്താണ് ഇങ്ങനെ പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞത്. അത് പി കെ ശ്രീമതി ടീച്ചർ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ടീച്ചർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. Meet the editors.